ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 29ാമത്തെ ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കി. 29ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷം. കുറേ പേര് എനിക്ക് കമൻറ്റുകളിലൂടെയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൊല്ലാനും വായിക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ് അവരുടെ സന്തോഷം അറിയിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. കമൻസൊക്കെ സമയം കിട്ടുന്ന മുറയ്ക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതുമായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണ് അല്ലേ? അപ്പം നമ്മുടെ ഭക്തി കൊണ്ടാണ് നമുക്ക് നാരായണീയം ചൊല്ലണമെന്നും നാരായണീയം പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുന്നത്. അതിന് ഞാൻ നിമിത്തമായെങ്കിൽ അതിൽ പരം വേറെ പുണ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നേ പറയാനുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാനങ്ങനെ സംസ്കൃതം അറിയുന്ന ആളല്ല. ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് നാരായണീയം പഠിക്കുന്നതും ഇപ്പോൾ ഇതുപോലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതും. പല തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമുണ്ട്. നമ്മൾ ആത്മാർത്ഥ ഭക്തിയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഗുരുവായൂരപ്പൻ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്ത് തരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോസ് കുറേ പേർക്ക് ഉപകാരമാവുന്നുണ്ട്. കുറേ പേര് അത് നന്നായിട്ട് ചൊല്ലാൻ പറ്റുന്നുണ്ട്. കുറേ പേർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അതിയായിട്ടുള്ള സന്തോഷം തോന്നുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. 30ാമത്തെ ദശകമാണ് നമുക്കിനി ചൊല്ലാനുള്ളത്. 30ാമത്തെ ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ വാമന അവതാരമാണ്. ഇതിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. അതെല്ലാം തന്നെയും വസന്ത തിലകം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത. ഒന്നുകൂടി ചൊല്ലാം. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത. 30ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് മഹാബലി എന്ന അസുര ചക്രവർത്തിയെക്കുറിച്ചാണ്. മഹാബലി എന്ന അസുര ചക്രവർത്തി ദേവന്മാരാൽ, അതായത് ഇന്ദ്രനാൽ വധിക്കപ്പെട്ടെങ്കിലും ശുക്രാചാര്യര് മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് വീണ്ടും ജീവിപ്പിച്ചു. അതായത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞിരുന്നു അല്ലേ, അസുരന്മാരെ ഒക്കെ കൊന്നൊടുക്കി അവസാനം വംശനാശം സംഭവിക്കുമോ എന്ന് ഭയന്ന് നാരദനെ ബ്രഹ്മദേവൻ പറഞ്ഞു വിട്ടു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു. അപ്പോൾ ആ യുദ്ധത്തിൽ തന്നെ ഇന്ദ്രൻ്റെ കൈകൊണ്ട് മഹാബലി എന്ന അസുര ചക്രവർത്തി വധിക്കപ്പെടുകയും പിന്നീട് ശുക്രാചാര്യര് മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ജീവിപ്പിക്കുകയും പിന്നീട് ഒരുപാട് യജ്ഞങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ വളരെ കഴിവുള്ളവനാക്കി തീർത്തു. ഈ 3 ലോകത്തെയും കീഴടക്കുമാറ് കഴിവുള്ളവനാക്കി തീർത്തു യജ്ഞങ്ങൾ കൊണ്ട്. അങ്ങനെ ഏതിനെയും ഭേദിക്കുവാൻ കഴിവുള്ളവനായി തീർന്ന ചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ പോലും ഭയപ്പെടേണ്ട കാര്യം ഇല്ലാതെയായി തീർന്നു. അതായത് സുദർശന ചക്രത്തെ പോലും മഹാബലിയെ നിഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മഹാബലി ചക്രവർത്തി വളർന്നു. മാത്രമല്ല തന്നെ ഭയന്നോടിയ ദേവന്മാരോടുകൂടിയ 3 ലോകങ്ങളും എന്നിവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അതായത് മഹാബലി ചക്രവർത്തി നല്ല കഴിവ് ആർജിച്ചപ്പോൾ ദേവന്മാരൊക്കെ ഭയന്നോടി. അസുര ചക്രവർത്തിയാണ് മഹാബലി, അപ്പോൾ തീർച്ചയായിട്ടും അവരെ ആക്രമിക്കാം എന്ന് ഭയന്ന് ഓടിയ ദേവന്മാരോട് കൂടിയ 3 ലോകങ്ങളും തൻ്റെ അധീനതയിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. പുത്ര
പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണാ തം കാശ്യപം നിജപതിം ശരണം പ്രപന്നാ ത്വത്പൂജനം തദുദിദം ഹി പയോവ്രതാഖ്യം സാധ്വാദശാഹമചരത്വയി ഭക്തിപൂർണാ. ഒന്നുകൂടി ചൊല്ലാം. പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണാ തം കാശ്യപം നിജപതിം ശരണം പ്രപന്നാ ത്വത്പൂജനം തദുദിദം ഹി പയോവ്രതാഖ്യം സാധ്വാദശാഹമചരത്വയി ഭക്തിപൂർണാ. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ മഹാബലി എന്ന അസുര ചക്രവർത്തിയോട് പരാജയപ്പെട്ട് ദേവന്മാരുടെ ദുഃഖം കണ്ട് തീർത്തും വിഷണ്ണയായി തീർന്ന് അവരുടെ മാതാവായിട്ടുള്ള അതിഥി തൻ്റെ പതിയായ കശ്യപ മഹർഷിയെ ശരണം പ്രാപിക്കുകയാണ്. അതായത് മഹാബലി ചക്രവർത്തിയോട് ദേവന്മാർ പരാജയപ്പെട്ടു അല്ലേ. അപ്പോൾ അതിൽ ആ ദേവന്മാർക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ട്. ആ ദുഃഖം കാണുമ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവും അല്ലേ. തൻ്റെ പുത്രന്മാർ ദുഃഖിക്കുന്നത് കണ്ടാൽ ഒരു മാതാവിന് തീർച്ചയായിട്ടും സങ്കടമുണ്ടാവും. അപ്പോൾ ആ സങ്കടം എങ്ങനെ മറികടക്കണം എന്നറിയുവാൻ അതിഥി തൻ്റെ ഭർത്താവായിട്ടുള്ള കശ്യപ പ്രജാപതിയെ ശരണം പ്രാപിക്കുകയാണ്. അപ്പോൾ കശ്യപ പ്രജാപതി അതിഥിയോട് പയോവ്രതം ആചരിക്കാൻ പറയുകയാണ്. പയോവ്രതം എന്ന് പറയുന്നത് പാൽ മാത്രം കഴിച്ചുകൊണ്ട് 12 ദിവസം ആചരിക്കേണ്ടുന്ന ഒരു വ്രതമാണ്. ഭഗവാൻ നാരായണനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വ്രതം എടുക്കേണ്ടത്. അപ്പോൾ പയോവ്രതം ആചരിക്കുവാൻ വേണ്ടി കശ്യപ മഹർഷി അതിഥിയെ ഉപദേശിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ഉപദേശം സ്വീകരിച്ച അതിഥി അങ്ങയിൽ ഭക്തിപൂർവം എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാനിൽ ഭക്തിപൂർവം ആശ്രയിച്ച് പയോവ്രതം 12 ദിവസം ആചരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. മഹാബലിയോട് പരാജയപ്പെട്ട ദേവന്മാരുടെ ദുഃഖം കണ്ട് വിഷണ്ണയായി തീർന്ന അവരുടെ മാതാവായിട്ടുള്ള അതിഥി ഭർത്താവായിട്ടുള്ള കശ്യപ മഹർഷിയോട് ചെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന പയോവ്രതം ആചരിക്കുവാൻ വേണ്ടി കശ്യപ മഹർഷി അതിഥിയോട് പറയുന്നു. പാൽ മാത്രം കഴിച്ചുകൊണ്ട് 12 ദിവസം ആചരിക്കേണ്ടുന്ന ഒരു വ്രതമാണ് പയോവ്രതം. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ഉപദേശപ്രകാരം അതിഥി 12 ദിവസം പയോവ്രതം ആചരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാ ശ്യാമശ്ചതുർഭുജ വപുസ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. ഒന്നുകൂടി ചൊല്ലാം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാ ശ്യാമശ്ചതുർഭുജ വപുസ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ പയോവ്രതം ആചരിച്ചു കഴിഞ്ഞപ്പോൾ അതിഥിയുടെ മുമ്പിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ശ്യാമവർണ്ണനും 4 കൈകളോടും കൂടിയ രൂപത്തിലായിരുന്നു ഭഗവാൻ അതിഥിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ അതിഥിയോട് പറഞ്ഞു, ഞാൻ ഭവതിയുടെ പുത്രനായി ജനിക്കും. അതായത് അതിഥിയുടെ പുത്രനായിട്ട് ഭഗവാൻ തന്നെ ജനിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല ഞാൻ ഇങ്ങനെ ദർശനം തന്ന വിവരം രഹസ്യമാക്കി വെക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ആ ശ്ലോകത്തിൽ അത്രയേ മനസ്സിലാക്കാനുള്ളൂ. പയോവ്രതം ഭഗവാനോടുള്ള ഭക്തിയിൽ മുഴുകി പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ച് അനുഷ്ഠിച്ചു അതിഥി. അങ്ങനെ പയോവ്രതം അവസാനിച്ച സമയത്ത് ഭഗവാൻ ചതുർബാഹു രൂപത്തിൽ ശ്യാമളവർണ്ണനായി ചതുർബാഹു രൂപത്തിൽ
അതിഥിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അതിഥിയോട് പറഞ്ഞു, ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കും, ഞാൻ തന്നെ ഭവതിയുടെ പുത്രനായിട്ട് വന്ന് ജനിക്കുമെന്ന് പറഞ്ഞ് ഈ വിവരം, ഞാൻ പ്രത്യക്ഷപ്പെട്ട വിവരം രഹസ്യമായിരിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വം കാശ്യപേ തപസി സന്നിദദത്തധാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. ഒന്നുകൂടി ചൊല്ലാം. ത്വം കാശ്യപേ തപസി സന്നിധദത്തധാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 4ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വാമനാവതാരം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലിയത്. അങ്ങനെ പയോവ്രതം അനുഷ്ഠിച്ച അതിഥിയോട് ഭഗവാൻ നൽകിയ വരം പോലെ തന്നെ കശ്യപ മഹർഷിയുടെ തപോവീര്യത്തെ ആശ്രയിച്ച് അതിഥിയുടെ ഗർഭത്തിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രവേശിച്ചു. അതായത് അതിഥി ഗർഭവതിയായിട്ട് മാറി. അങ്ങനെ ശ്രാവണ മാസത്തിൽ ഒരു ദ്വാദശി ദിവസം തിരുവോണ നക്ഷത്രത്തിൻ്റെ അഭിജിത്ത് എന്ന സമയത്ത് വെളുത്ത വിഷ്ണു രൂപത്തിൽ ഭഗവാൻ വന്ന് പിറക്കുകയും ചെയ്തു എന്നുള്ളതാണ് 4ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അതായത് പയോവ്രതം അനുഷ്ഠിച്ചു അല്ലേ, തൻ്റെ പുത്രന്മാരുടെ ദുഃഖം കണ്ട് അതിനൊരു പരിഹാരം എന്നോണം കശ്യപ മഹർഷിയുടെ ഉപദേശപ്രകാരം പയോവ്രതം ആചരിക്കുകയാണ് അതിഥി. ആ പയോവ്രതം ആചരിച്ച് അതിൻ്റെ അവസാന നാളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തന്നെ പുത്രനായി വരും എന്ന് പറഞ്ഞ് ഈ വിഷയം രഹസ്യമാക്കി വെക്കുകയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞ് മറയുകയാണ്. അങ്ങനെ ഭഗവാൻ കൊടുത്ത വരം പോലെ തന്നെ കശ്യപ മഹർഷിയുടെ തപോവീര്യത്തെ ആശ്രയിച്ച് അതിഥിയുടെ ഗർഭത്തെ പ്രാപിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ശ്രാവണ മാസത്തിലെ ദ്വാദശി ദിവസം തിരുവോണ നക്ഷത്രത്തിൻ്റെ അഭിജിത്ത് എന്ന സമയത്ത് വെളുത്ത വൈഷ്ണവ രൂപത്തോടു കൂടി ഭഗവാൻ ജനിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൽ ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ 4ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദഃ പിതൃഭ്യാം ത്വം തത്ക്ഷണേ പടുതമം വധുരൂപമാദാ. ഒന്നുകൂടി ചൊല്ലാം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദഃ പിതൃഭ്യാം ത്വം തത്ക്ഷണേ പടുതമം വധുരൂപമാദാ. 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഭഗവാൻ ജനിച്ചു അല്ലേ, മഹാവിഷ്ണു ജനിച്ചു. മഹാവിഷ്ണുവിൻ്റെ ജനനത്തിൽ ദേവന്മാർക്ക് സന്തോഷം കൊണ്ട് മതി മറന്ന് പെരുമ്പറകൾ മുഴക്കി പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ കശ്യപ ആശ്രമം ഒരു പുണ്യാശ്രമമായി തീർന്നു. കശ്യപ ആശ്രമം എന്ന് പറയുന്നത് അനേകം മഹർഷിമാർ തപസ്സനുഷ്ഠിക്കുന്ന ഒരു ആശ്രമമാണ്. അങ്ങനെ ഭഗവാൻ വിഷ്ണു അവിടെ ജനിക്കുക കൂടി ചെയ്തപ്പോൾ അത് പുണ്യാശ്രമമായി തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ജനനം ദേവന്മാർ മതി മറന്ന് ആഘോഷിച്ചപ്പോൾ ഭഗവാന്റെ മാതാപിതാക്കളായിട്ടുള്ള അതിഥിയും കശ്യപനും കൈകൂപ്പി നിന്ന്
ജയിച്ചാലും ജയിച്ചാലും എന്ന് ഭഗവാനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് തൻ്റെ മാതാപിതാക്കളായിട്ടുള്ള അദിതിയും കശ്യപനും, ഭഗവാന്റെ മാതാപിതാക്കൾ. അപ്പോൾ അങ്ങനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ഈ കാര്യസാധ്യത്തിന്, അതായത് മഹാബലി ചക്രവർത്തി 3 ലോകങ്ങളും കീഴടക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ദേവന്മാരെ ജയിപ്പിച്ചെടുക്കുവാൻ തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഏറ്റവും ഉതകുന്ന രൂപമായിട്ടുള്ള വാമന രൂപം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മചാരി ആയിട്ടുള്ള വാമന രൂപം ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളത് കൂടിയാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും മനസ്സിലാക്കുവാനുള്ളൂ. വിഷ്ണുവിൻ്റെ ജനനം നടന്ന സമയത്ത് ദേവന്മാരൊക്കെ വളരെയധികം സന്തോഷം കൊണ്ട് പെരുമ്പറകൾ മുഴക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അനേകം മഹർഷിമാർ തപസ്സനുഷ്ഠിക്കുന്ന കശ്യപാശ്രമം ഭഗവാന്റെ ജനനത്തോടു കൂടി ഒരു പുണ്യാശ്രമമായി തീർന്നു. അദിതിയും കശ്യപനും കൈകൾ കൂപ്പിക്കൊണ്ട് ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു. തൻ്റെ കാര്യസാധ്യത്തിന് ഏറ്റവും ഉതകുന്ന രൂപമായിട്ടുള്ള ബ്രഹ്മചാരി രൂപമായിട്ടുള്ള വാമന രൂപം ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളതാണ് 5ാമത്തെ ശ്ലോകത്തിലെ ചുരുങ്ങിയ വ്യാഖ്യാനം. അപ്പോൾ നമുക്ക് 6ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. ശക്രേണ സംയതിഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത പുത്രാർത്തിദർശനവശാദദിതിർവിഷണ്ണാ തം കാശ്യപം നിജപതിം ശരണം പ്രപന്നാ ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാധ്വാദശാഹമചരത്വയി ഭക്തിപൂർണാ തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാ ശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി ത്വം കാശ്യപേ തപസി സന്നിദദത്തധാനീം പ്രാപ്തോസി ഗർഭമതി തേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ത്വം കാശ്യപേ തപസി സന്നിധദത്തധാനീം പ്രാപ്തോസി ഗർഭമതി തേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദപിതൃഭ്യാം ത്വം തത്ക്ഷണേ പടുതമം വടുരൂപമാദാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിലൂടെ അറിയിക്കുക. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 30ാമത്തെ ദശകത്തിലെ ബാക്കി 5 ശ്ലോകങ്ങളുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.